ഹായ്, എല്ലാവർക്കും MSV വ്ളോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 5 സവോള സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ചുവന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 750 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് നന്നായി ഒന്ന് തിരുമിയെടുക്കാം. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. സവാളയിലേക്ക് 4 പച്ചമുളക് കൂടി അരിഞ്ഞു ചേർക്കാം. സവാള നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 തക്കാളി ഇതുപോലെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇതൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. എരിക്ക് അനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഇതൊന്ന് ഇളക്കി ഇതിലേക്ക് നല്ല ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം ആയിപ്പോയാൽ കറി ലൂസായി പോകും. ചെമ്മീനിൽ കൂടി കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്.
ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചെമ്മീൻ ചേർക്കാം. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പുളിപ്പ് കുറഞ്ഞ തൈര് ചേർക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. അടച്ചു വെച്ച് വേവിക്കാം. കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ചോറ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു 3 ബേ ലീഫ്, 2 കഷ്ണം പട്ട, 2-3 കഷ്ണം പട്ട, ഒരു തക്കോലം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഗ്രാമ്പു. ഇത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ കുതിർത്ത് നന്നായി കഴുകി ഒരു അരിപ്പയിൽ തോർത്തി വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരി ചേർക്കണം. ഞാൻ വെള്ളം അളന്ന് വെച്ചതല്ല, ഇത് ചോറ് ഊറ്റിയെടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പിലേക്ക് ഈ അരി അളന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചോറ് ഊറ്റിയെടുക്കുന്നത് കൊണ്ട് വെള്ളം അളന്ന് വെച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 രീതിയിലും ചോറ് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 80% വെന്താൽ മതിയാകും. ഇത് ഏകദേശം 80% വെന്ത് കഴിഞ്ഞു. ഉപ്പയിലിട്ട് ഊറ്റിയെടുത്ത ചോറ് നമുക്ക് ദം ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറേശ്ശെ ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കറി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചോറ് കൂടി അതിലേക്കിട്ട് ഒരു ലെയറും കൂടി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബാക്കി വന്ന ചോറ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം.
ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാവുന്നതാണ്. ഒരു 3 സവാളയാണ് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ ഓറഞ്ചും യെല്ലോയും ഫുഡ് കളർ കുറേശ്ശെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ഫുഡ് കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഫുഡ് കളർ ചേർത്തത്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കൂടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഇതൊന്ന് സിമ്മിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ബിരിയാണി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.